Hello everyone, I am Archana, Assistant Professor in Department of Management Studies. As part of FIUGP syllabus, we studied about management concepts and principles. Today we are discussing about leadership. So what do you mean by leadership? Leadership is the ability to guide, influence and motivate people or groups to achieve a common goal. According to George R. Terry, leadership is the activity of influencing people to strive willingly for mutual objectives. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ലീഡർഷിപ്പ് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ ആയാലും ഒരു മാനേജർ ആയാലും അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് ആയിട്ട് കണക്കാക്കപ്പെടുക. കാരണം ബാക്കിയുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനെയും മാനേജ് ചെയ്യുക, അതല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ലീഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ലീഡർഷിപ്പ് എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. സോ ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു lead to common objectives attainment. Here, the features of leadership are influence the behavior of others. Of course, നമ്മൾ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു വെക്കാണ്, influencing people to strive willingly for mutual objectives. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഏൺ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് തീർച്ചയായിട്ടും ലീഡർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുക. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സിൽ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഉള്ളില് ഒരു ലീഡറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മാനേജറിനെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ എല്ലാ ആക്ടിവിറ്റികളെയും മാക്സിമം കോർഡിനേറ്റ് ചെയ്ത് നടത്തുക എന്നുള്ളൊരു ടാസ്ക് ആയിരിക്കും ആ മാനേജറിന് ഉണ്ടാവുക. ഇപ്പൊ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് ബിഹേവിയർ ഉള്ള, ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ഉള്ള എംപ്ലോയീസിനെ ആയിരിക്കും ഒരേ പോയിന്റിലേക്ക് ലീഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരിക. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് ലീഡർഷിപ്പിന്റെ ഒരു ഫീച്ചർ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ദെൻ ഇന്റർപേഴ്സണൽ പ്രോസസ്, അതായത് ഒരുപാട് ഫോളോവേഴ്സും ഒരു ലീഡറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ഡിസൈഡ്സ് how efficiently and effectively the targets of the organization would be met. അപ്പോൾ മാക്സിമം ഓർഗനൈസേഷണൽ ഗോൾസും ഒബ്ജക്റ്റീവ്സും അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലീഡറും ഫോളോവേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതും ഈ ലീഡർഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ദെൻ അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഓർഗനൈസേഷണൽ ഗോൾസ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏതൊരു മാനേജീരിയൽ ഫംഗ്ഷൻ, പ്ലാനിങ് ആയിക്കോട്ടെ, ഓർഗനൈസിങ് ആയിക്കോട്ടെ, ഡയറക്റ്റിംഗ് ആയിക്കോട്ടെ, കൺട്രോളിംഗ് ആയിക്കോട്ടെ, ഇവൻ ഏതൊരു മാനേജ്മെന്റ് ഫംഗ്ഷന്റെയും അൾട്ടിമേറ്റ് എയിം എന്നുള്ളത് ഓർഗനൈസേഷണൽ ഗോൾസ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലീഡർഷിപ്പിന്റെ ഒരു മെയിൻ മോട്ടീവ് എന്നുള്ളതും ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. Then it's a continuous process. ഇവൻ ഒരു ആക്ടിവിറ്റി തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഒരിക്കലും ലീഡർഷിപ്പ് എന്നുള്ള ഒരു പ്രോസസ്സ് അവസാനിക്കുന്നില്ല. ഇപ്പൊ ഒരു പേഴ്സൺ കമ്പനിയിലേക്ക് ഒരു മാനേജർ ആയിട്ട്, അതല്ല എങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ട് വർക്ക് ചെയ്യാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്തു പോകേണ്ടുന്ന ഒരു ഫാക്ടർ ആണ്. സോ ലീഡർഷിപ്പ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. A leader has to guide his employees every time and also monitor them in order to make their efforts are going to the same direction and they are not deviating from their goals. അതായത് നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്നുള്ളൊരു എയിമിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യപ്പെടാതെ മാക്സിമം അവരെ ലീഡ് ചെയ്ത് കൊണ്ട് പോവേണ്ടുന്ന ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ലീഡറിന് ഉണ്ട് എന്നുള്ളതാണ്. Then it's a group process. എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ മാത്രം അവിടെ നിൽക്കുമ്പോൾ ലീഡർഷിപ്പ് പ്രോസസ് സാധ്യമാവുന്നില്ല, മറിച്ച് ഒരു ഫോളോവറും കൂടി ഉണ്ടാകുമ്പോഴാണ് ലീഡർഷിപ്പ് എന്ന പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. ദെൻ ഡിപ്പെൻഡന്റ് ഓൺ ദ സിറ്റുവേഷൻ. ഇപ്പം ഒരുപാട് ലീഡർഷിപ്പ് ടൈപ്സുകൾ ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ അതിനു മുമ്പേ പറയുകയാണെങ്കിൽ ഡിപ്പെൻഡന്റ് ഓൺ ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുക ഓരോ വർക്കിംഗ് സിറ്റുവേഷൻസും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കാം.
അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അച്ചീവ് ചെയ്യേണ്ടുന്ന ഗോളും ഡിഫറെന്റ് തന്നെ ആയിരിക്കാം. അപ്പൊ ആ ഒരു പ്രോസസ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗോളിനനുസരിച്ചിട്ട് മാത്രമാണ് ഏത് ടൈപ്പ് ലീഡർ ആയിരിക്കണം നമ്മൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. അപ്പൊ ഇത്രയാണ് ഫീച്ചേഴ്സിൽ പറഞ്ഞു വെക്കുക. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഒരുപാട് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നിരുന്നാലും കോമൺ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ there are 3 types of leadership. That is participative leadership, then autocratic leadership and free rein leadership. First one is autocratic leadership. It is also known as authoritative leadership. Here the leader has the overall power and authority towards their subordinates. ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് ആയാലും ഈവൻ ഒരു ചെറിയ ആക്ടിവിറ്റി ആണെങ്കിൽ പോലും ഓൺലി ലീഡർ പ്രൊവൈഡ്സ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ദേ ഡു നോട്ട് മേക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻവോൾവിംഗ് വിത്ത് സബോർഡിനേറ്റ്സ്. അതായത് ഒരിക്കലും അവർ സബോർഡിനേറ്റ്സിന് ഒരു റോള് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടെ, മറിച്ച് ലീഡർ തന്നെയാണ് ദ എൻറ്റയർ അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലായാലും ഈവൻ ഒരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പേ ഇൻഡിവിജ്വൽസിനോടുള്ള ഒരു സജഷൻ ചോദിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് വരെ ഇവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നില്ല. ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ. ഇപ്പൊ സബോർഡിനേറ്റ്സിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ചോദിക്കാത്തിടത്തോളം കാലം അത് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴും വൺ വേ കമ്മ്യൂണിക്കേഷൻ ആവാനാണ് സാധ്യതയുള്ളത്. അപ്പൊ അവരൊരിക്കലും കൺസൾട്ട് ചെയ്യുന്നില്ല എംപ്ലോയീസിനോട്. അവരുടെ ഒരു അഭിപ്രായങ്ങളും ഈ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ, വില്ലിംഗ് ആണോ എന്നുള്ള കാര്യങ്ങൾ പോലും ചോദിക്കാൻ താല്പര്യപ്പെടാത്ത തരത്തിലുള്ള ലീഡേഴ്സ് ആണ് ഇവിടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. So the leader makes all decision on behalf of the team without taking any input or suggestions from them. However, autocratic leadership can be an effective approach in cases where the leader is experienced and knowledgeable about the circumstances surrounding the decision in question and where the decision needs to be made swiftly. അതായത് ഇപ്പൊ ഒരു പുതുതായിട്ട് വന്ന ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണ് കമ്പനിയിൽ ഉള്ളത്. അപ്പോൾ അവിടെ അവരുടെ ലീഡറായിട്ട് വർക്ക് ചെയ്യുന്ന പേഴ്സൺ വളരെ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് വളരെ സ്യൂട്ടബിൾ ആണ്. നേരെ മറിച്ച് എംപ്ലോയീസും വളരെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയുമാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. Then second one is democratic leadership, comparatively opposite to the autocratic leadership. Here the leader helps to subordinates, അല്ലെങ്കിൽ അവരിൽ നിന്നും കൂടി അവരുടെ സജഷൻസും കൂടി നമ്മളെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ കൂടി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലീഡർ ആണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. Democratic leadership is one of the most popular and effective leadership styles because of its ability to provide lower level employees a voice, making it equally important in the organization. So ഇവിടെ മോട്ടിവേറ്റഡ് ആകുന്നത് എംപ്ലോയീസും കൂടിയാണ്. ഒരു ലീഡർ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് മോട്ടിവേറ്റഡ് ആകുന്നത്, മറിച്ച് എംപ്ലോയീസിനും കൂടി മോട്ടിവേറ്റഡ് ആവാനുള്ളൊരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഓഫ് കോഴ്സ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇറ്റ് ഇസ് എ കൊളാബറേറ്റീവ് ആൻഡ് കൺസൾട്ടേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ where each team member has an opportunity to contribute to the direction of ongoing projects. Then third one is laissez-faire leadership or free rein leadership. Here the name indicates itself, it is a freedom of employees and superiors. The leader give full freedom for subordinates. അദ്ദേഹത്തിന്റെ എല്ലാ ഫ്രീഡം ലെവലുകളും ആർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്? സബോർഡിനേറ്റ്സിന് വേണ്ടി കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ അക്യുറേറ്റ് ആയിട്ട് നടക്കുക. കാരണം എല്ലാ ഡിസിഷൻസും ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആവാം. അപ്പൊ അതിനൊരു ഫൈനൽ ലെവൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ലീഡറിന്റെ റോൾ ആയിട്ട് പറയുക. ഇവിടെയും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എപ്പോഴും 2-way കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ,
Then next, moving to next topic, theories of leadership. There are different types of theories, that is great man theory, contingency theory, behavioral theory, participative theory, transactional theory, and relational theory. First one, great man theory. It is also known as trait theory. According to great man theory, leaders are born but not made. അതായത് ജന്മനാ ഉള്ള പല ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മൂലം ലീഡർഷിപ്പ് പ്രോസസ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ എന്നതാണ് ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം പറഞ്ഞു വെക്കുക. സോ ബേസ്ഡ് ഓൺ ദിസ് തിയറി mainly there are two main assumptions, that is innate traits and need for leaders. So innate traits means great leaders are born with certain traits that enable them to lead, such as intelligence, courage and decisiveness. അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്ന ടൈമിൽ ഒറ്റയ്ക്ക് തന്നെ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, പേഴ്സണലി അദ്ദേഹത്തിന് അതിനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലീഡർ ആണ് ഒരു ബെറ്റർ ലീഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ നീഡ് ഫോർ ലീഡേഴ്സ്. Great leaders can arise when the need for them is great. ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ കൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നമുക്ക് എല്ലാ ആക്ടിവിറ്റികളും കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്ന ഉറപ്പുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവാം. നീഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ ലീഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതും ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം നമ്മൾ പറയുന്ന ഒരു ഫാക്ടർ ആണ്. അതായത് നീഡ് ഫോർ ലീഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക മറ്റുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡിവിജ്വൽസിന് ഒരു പെർട്ടിക്കുലർ പേഴ്സണെ ലീഡർ ആയിട്ട് വേണം എന്നൊരു ആവശ്യകതയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഗ്രേറ്റ് മാൻ തിയറി അതാണ് പറഞ്ഞു വെക്കുക. കാരണം ആവശ്യകതകളാണ് ഒരു മനുഷ്യനെ ലീഡർ ആക്കുന്നത് എന്നുള്ളതാണ് ഗ്രേറ്റ് മാൻ തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാന പോയിന്റ്. നെക്സ്റ്റ് തിയറി ഈസ് കണ്ടിൻജൻസി തിയറി. The theory was proposed by Austrian psychologist Fred Edward Fiedler. The contingency theory of leadership states that effective leadership is contingent upon the specific situation at hand. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈല് മെയിൻ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പെർട്ടിക്കുലർ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം. സോ ഇവിടെ ഈ കണ്ടിൻജൻസി തിയറി പ്രകാരവും അത് തന്നെയാണ് പറയുന്നത്. ഒരിക്കലും നീഡിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ കണ്ടിൻജന്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഫീഡ്ലറിന്റെ ഒപ്പീനിയൻ പ്രകാരം ചില ഫാക്ടേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടാസ്ക് സ്ട്രക്ചർ, ദെൻ ലീഡേഴ്സ് പൊസിഷൻ പവർ, ലീഡർ മെമ്പർ റിലേഷൻസ്. Task structure indicates how clearly defined and organized the tasks are. Then, leader's position power indicates the level of authority the leader has over their team. Final one, leader-member relations, the degree of trust and confidence between the leader and their team. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടും ഒരു സിറ്റുവേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ടാസ്ക് സ്ട്രക്ചർ. According to that activity, leadership may be different. Then, leader's position power, the level of authority the leader over their team. ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനോട് എത്രത്തോളമാണ് ആ ഒരു പവർ ഉള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ആണ് ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോടുള്ളത് എന്നതും ഈ പറഞ്ഞിട്ടുള്ള ലീഡർഷിപ്പിനെ നമ്മൾ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ലീഡർ മെമ്പർ റിലേഷൻ, ഒരു ട്രസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവൽ ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് ദ ഫോളോവർ ഹൈലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലീഡർഷിപ്പ് പ്രോസസ്. സോ ഇത്രയുമാണ് കണ്ടിൻജൻസി തിയറി പ്രകാരം പറയുന്നത്. നമ്മുടെ സിറ്റുവേഷണൽ ബേസിസ് ആണ് ഈ ഒരു തിയറി പ്രകാരം ലീഡർഷിപ്പ് ഇംപ്ലിമെന്റഡ് ആവുക എന്നുള്ളതാണ് ഫീഡ്ലർ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയറൽ തിയറി. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ B.F. Skinner. The behavioral leadership theory, as the name suggests, focuses on how leaders behave. More significantly, it postulates that these traits can be learned by observing and copying other leaders. Therefore, effective leadership is a learned behavior.
മുമ്പുള്ള തിയറിസ്റ്റ് പറഞ്ഞു വെച്ചതുപോലെ ബോൺ ചെയ്തിട്ടുള്ള ക്വാളിറ്റീസ് അല്ല ലീഡർഷിപ്പിലേക്ക് ലീഡ് ചെയ്യുക. മറിച്ച് എന്താണ്, നമ്മൾ മറ്റൊരു പേഴ്സണെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മുമ്പിൽ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പേഴ്സൺ ആവാം, അതല്ല എങ്കിൽ നമ്മൾ മീഡിയാസിലൂടെ കണ്ടുവരുന്ന ഒരു പേഴ്സൺ ആവാം നമ്മുടെ മോട്ടീവായിട്ട് വരുന്നത്. സോ ബിഹേവിയറൽ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്: മറ്റുള്ള ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സന്റെ ബിഹേവിയറിസം കൊണ്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു ലീഡറായിട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ അതിനെയാണ് ബിഹേവിയറൽ തിയറി കൊണ്ട് ലീഡർഷിപ്പ് എന്നൊരു ടേമിൽ പറയുന്നത്. Then, in other words, as opposed to the trait or great man theories, leaders are not born, they are made. അപ്പം നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ള ചില ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊണ്ടാണ് ലീഡർ ആവുക എന്നുള്ളതാണ് ഗ്രേറ്റ് മാൻ പറഞ്ഞു വെച്ചതെങ്കിലും ഇവിടെ BF സ്കിന്നറിന്റെ സ്റ്റഡി പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്നത് ലീഡേഴ്സ് ഒരിക്കലും ബോൺ ചെയ്യുന്നതല്ല, മറിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളൊരു പേഴ്സണെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മളൊരു ലീഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്നത്. The next one is participative theory. American scholar Likert introduced the concept of participative theory of leadership in his book A New Model of Management. Here, participative leadership theory teaches leaders to listen to their employees and involve them in the decision-making process. It encourages an inclusive mindset, proactive communication, and the willingness to share power with the team members. ഇവിടെ വരുന്നത് പാർട്ടിസിപ്പേറ്റീവ് എബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ എബിലിറ്റി ആണ്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ അവര് ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്ന ടൈമിൽ അവർക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവൻ ഒരു 100 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് നമുക്ക് മുന്നിലുള്ളത്, ഒരു ലീഡർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. അപ്പൊ ആ 100-ൽ നിന്നും ഒരു 2 പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു ലീഡർ ക്വാളിറ്റിയോട് കൂടി നമുക്ക് മെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ബെറ്റർ ഡിസിഷൻ തരുന്ന ഒരു പേഴ്സണെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ നമുക്ക് ലീഡർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പാർട്ടിസിപ്പേറ്റീവ് തിയറി പ്രകാരം പറഞ്ഞു വെക്കുക. The theory is based on the idea that combining the thoughts of multiple people results in better decision than those made by a single person. അതായത് ഡിഫറെന്റ് പേഴ്സൺസിന്റെ ഇടയിൽ നിന്നും നമുക്കൊരു പേഴ്സണെ ബെറ്റർ ഡിസിഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയാണ് നമ്മൾ നല്ലൊരു ലീഡറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പാർട്ടിസിപ്പേറ്റീവ് തിയറി പ്രകാരം പറഞ്ഞു വെക്കുക. Then transactional theory. The term transactional leadership was coined by political scientist James McGregor. It is leadership style that focuses on structure, order and goal-oriented planning. അതായത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ആവാം, അതല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന പ്ലാനിങ്ങുകളും പ്രോസസ്സുകളും ആവാം നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസാക്ഷണൽ തിയറിയിലൂടെ ജെയിംസ് മാഗ്രിഗർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റികളിൽ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കാം നടത്തേണ്ടുന്നത്, അല്ലെങ്കിൽ ഗോൾസ് എന്നുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗോൾസ് ആവാം നടത്തേണ്ടി വരിക അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യേണ്ടി വരിക. അപ്പൊ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ ഗോൾ പ്ലാനിങ്ങിനനുസരിച്ചിട്ടും നമ്മുടെ ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ട്രാൻസാക്ഷണൽ തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്നത്. So here the leaders use rewards and punishments to achieve optimal job performance. ഇവിടെ നമ്മുടെ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ ലീഡറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുകയാണ്, ഓരോ ആക്ടിവിറ്റികളും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ബെറ്റർ എന്നുള്ള പൊസിഷന് റിവാർഡുകളും അല്ലെങ്കിൽ ബാക്ക്വേർഡിലേക്ക് വരുന്നവർക്ക് എന്ത് ചെയ്യാണ്, പണിഷ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തില് റിവാർഡ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റഡിയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കാം ബെറ്റർ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് ട്രാൻസാക്ഷണൽ തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്നത്. Then the style places great emphasis on structure, organization, supervision, hierarchy, performance and outcomes. The leader's main priorities are facilitating tasks,
assessing performance, and administrating rewards or punishments. Last one is relational theory. It's a theory of leadership that views leadership as a process that involves social interactions and relationships rather than authority or dominance. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരെപ്പോഴും സൊസൈറ്റിയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഒരു പരിധിവരെ അതോറിറ്റി ഓറിയന്റഡ് ആണെങ്കിൽ പോലും സൊസൈറ്റി ആയിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം ഇലക്ഷനിലൊക്കെ ജയിച്ചു വരുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഇമ്പാക്റ്റുകൾ സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം. സോ റിലേഷണൽ തിയറിയും എംഫസൈസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ അത് തന്നെയാണ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഫാക്ടർ ആണ് ഒരു ബെറ്റർ ലീഡറിനെ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബെറ്റർ ലീഡർ ആയിട്ട് ഒരു പേഴ്സണെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിലേഷണൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then it emphasizes the importance of communication and dialogue and the idea that leadership can occur anywhere, not just in formal or informal leaders. Even formal situation ആയാലും ഇൻഫോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു പേഴ്സണെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു ബെറ്റർ ലീഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് റിലേഷണൽ തിയറി പ്രകാരം പറഞ്ഞു വെക്കുന്നത്. So in other words, the relational leader focuses primarily on their interactions with the team members. Relationship ആണ് ഇവിടെ മെയിൻ ഫാക്ടർ ആയിട്ട് പറയുന്നത്. കൂടാതെ സോഷ്യൽ ഇന്ററാക്ഷൻസും കൂടിയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് പറഞ്ഞു വെക്കുക. ലീഡർഷിപ്പ്, however, is multi-dimensional. There are many aspects to becoming a great leader. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ലീഡർഷിപ്പ് എന്താണ് എന്നതിനെ കുറിച്ചും ദെൻ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടാതെ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്, അതായത് എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് ലീഡർഷിപ്പ് ആയിരിക്കില്ല കമ്പനിയിൽ അല്ലെങ്കിൽ വർക്കിംഗ് സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അത് ബേസ്ഡ് ഓൺ ദി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ദെൻ ആക്ടിവിറ്റി ഓറിയന്റഡ് ആവാം. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ആണ് കോമൺ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു വെച്ചു. കൂടാതെ ഫൈനലായിട്ട് പറഞ്ഞ കാര്യമാണ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. അപ്പൊ ഈ ഒരു ലീഡർഷിപ്പിന്റെ വെറൈറ്റി ടൈപ്സ് ഒക്കെ ഇംപ്ലിമെന്റഡ് ആവാനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് തിയറീസിലൂടെ അവർ പേഴ്സൺസ് കണ്ടെത്തി വെച്ചിട്ടുള്ള ഓരോരോ സ്റ്റൈൽസ് ആണ്. അപ്പം ലീഡർഷിപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അതായത് ഒരു കമ്പനീനെ മാക്സിമം ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ലീഡർ എന്ന വ്യക്തി. ഇഫ് യു ആസ്പയർ ടു ലീഡ്, ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ വെറൈറ്റി ഓഫ് ലീഡർഷിപ്പ് തിയറീസ് ഔട്ട് ദെയർ ടു ഡിറ്റർമൈൻ വാട്ട് കൈൻഡ് ഓഫ് ലീഡർ യു ക്യാൻ ബി. അപ്പം ഈ ഒരു തിയറി ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ എങ്ങനെ ലീഡ് ചെയ്യണം എന്നൊരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Okay, thank you.